നമ്മൾ അബഹയിലേക്ക് പോകട്ടോ. അബഹയിൽ അബഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇടി കൊട്ടുന്നു, മഴ പെയ്യുന്നു. ഇന്നിപ്പോ ഓഫ് കൂടെ അല്ല, ഞങ്ങള് നൈറ്റ് ഡ്യൂട്ടിയുടെ ഇടയിൽ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ട് വന്നേ കാണാൻ വേണ്ടിയിട്ട്. പിങ്ക് ബ്ലോസം, നാട്ടില് പിങ്ക് ബ്ലോസം പോലെ ഇവിടെ വയലറ്റ് ബ്ലോസം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ അബഹയിലേക്ക് പോകട്ടോ. അബഹയിൽ ഒരു അടിപൊളി പ്ലേസ് കാണാൻ പോവാണ്. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ, പേരും മഴ, നല്ല മഴക്കാരൊക്കെ പോയിട്ട് നല്ല ഇട്ടിയും മിന്നലും മഴ കേട്ടോ. അടിപൊളിയാണ്. ഹലോ, അങ്ങനെ അബഹയിലെത്തി. മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് എന്താ പറയുക, അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. വേറെ ലെവൽ ക്ലൈമറ്റ്. അടുത്തൊരു കഫേയിലേക്ക് കയറാൻ പോകുന്നു. വാ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലേക്ക് നടക്കുകയാണ്. വാ, അടിപൊളി 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 നല്ല അടിപൊളി ചാറ്റിൽ മഴ ഇട്ടിട്ട് കൂടെ. എന്താ പറയുക, ഞങ്ങൾ എത്തിയ ടൈമിൽ കറക്റ്റ് മഴയത്. ഇങ്ങനെ ചെയ്യല്ലോ അല്ലേ. ഷബീർക്ക് ഫോട്ടോ എടുത്ത് തരാം കേട്ടോ. അതിനാണ് പോസ്റ്റിംഗ് ഒക്കെ പറഞ്ഞിരുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കണ ഫോട്ടോ എടുക്കണ്ടേ. അടിപൊളി ഫോട്ടോ കിട്ടിയാണ്. മുർഷിയാ ചേട്ടാ ഇങ്ങനെ ഇരുന്നാ ഇത് ക്യാമറയൊക്കെ നോക്കണ്ട, ക്യാമറയൊക്കെ നോക്കണ്ട. അതിൻ്റെ ഫീലിങ്സ് ഇങ്ങനെ ആലോചിച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ആലോചിച്ചോ. അത് പോട്ടെ, ഫീലിങ്സ് പോട്ടെ, സങ്കടപ്പെടേ. അത് മുഖത്ത് ഒറ്റ മുർഷി എന്താണ്. ഈ ടൈമിൽ എന്തായാലും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലമാട്ടത്. കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആയിട്ട്, അതായത് കുറച്ച് ദിവസങ്ങൾ. ഷബീർക്ക, നമ്മൾ അബഹനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊടുത്താനേ, പരിചയപ്പെടുത്താനേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുള്ളൂ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ അബഹയിലാണ്. സൗദി അറേബ്യ അബഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇടി കൊട്ടുന്നു, മഴ പെയ്യുന്നു. സൗദി അറേബ്യ അസീർ മേഖല എന്ന് പറഞ്ഞാൽ തന്നെ സൗദിയിലെ ഏറ്റവും നല്ല കാലാവസ്ഥയും സൗന്ദര്യമുള്ള സ്ഥലമാണ്. അതിൻ്റെ രാജ്ഞിയാണ് അബഹ. അബഹയിലെ ഈ കാലാവസ്ഥ, ഈ പൂ വിരിഞ്ഞത് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്നതല്ല, വർഷത്തിൽ 1-2 ഒരിക്കലുണ്ടാകുന്നതാണ്. ഈ പൂവിൻ്റെ സുഗന്ധവും ഈ ഭംഗിയും ലോകത്ത് എവിടെയും കിട്ടില്ല നിങ്ങൾക്ക്. അത്രക്കും ഭംഗിയാണ് ഇവിടുത്തെ പൂക്കൾ. സിൻസാർ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്, പൂവൊക്കെ. ആക്ച്വലി ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ഫ്ലവറിംഗ് ആണ്. ആക്ച്വലി എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ, മിസ് ചെയ്യാറില്ല. ഫസ്റ്റ് ടൈം വന്നപ്പോഴും സെക്കൻഡ് ടൈമിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇന്നിപ്പോൾ ഓഫ് കൂടെ അല്ല, ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിയുടെ ഇടയിൽ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ട് വന്നേ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് അതെ, അതുകൊണ്ടാണ് അത്ര ഇൻട്രസ്റ്റിംഗ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഫ്ലവറിങ്ങും നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ, നമ്മൾ എവിടെയും കിട്ടുന്നില്ലല്ലോ. അതെ, നാട്ടിൽ കിട്ടില്ല. നമ്മളിപ്പോൾ നാട്ടിൽ നമ്മുടെ പിങ്ക് ബ്ലോസം, നാട്ടിൽ പിങ്ക് ബ്ലോസം പോലെ ഇവിടെ വയലറ്റ് ബ്ലോസം. അബഹന്ന് പോവാണ്. ബൈ ബൈ. മുർഷി രണ്ട് വ്യൂവേഴ്സിന് കിട്ടണമെങ്കിൽ പോലെ തന്നെ വേണം.